ഇത് നമ്മുടെ ദുനിയാവിൽ നമുക്ക് ഏറ്റവും വലിയ പ്രഷ്യസായ സംഭവങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ മക്കളാണല്ലേ. അള്ളാഹു നമ്മളോട് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഒന്ന് നമ്മളെ മക്കളെ നമുക്ക് തന്നു എന്നുള്ളതാണല്ലേ. ആ മക്കൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതും നമുക്ക് കുറേ കൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ മക്കൾ ഇങ്ങനെയാവണം, എൻ്റെ കുഞ്ഞിങ്ങനെയാവണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെയോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രം കാണിച്ചുകൊണ്ട് നമ്മളെ മക്കളെ ഒരിക്കലും വളർത്തരുത്. നമ്മളെ പോരായ്മകളും, അതായത് നമ്മുടെ സാമ്പത്തികപരമായ പോരായ്മകളും ഇല്ലായ്മകളും കൂടെ അറിഞ്ഞു വേണം ആ മക്കൾ വളരാൻ. കാരണം എന്തെന്നറിയോ, നാളെ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാം അവർക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒന്നറിയാണ്ട് ഈ അമൂൽ ബേബീസിനെ പോലെ എല്ലാം ഇങ്ങനെ സ്പൂണിൽ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അവരൊരു കുറവുകളും അറിയാണ്ട് വളർന്നു കഴിഞ്ഞാൽ ഈ ജനറേഷനിൽ ഈ മെസ്സേജ് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അവരിൽ ഒന്നും അറിയിക്കാണ്ട് നമ്മളെ കഷ്ടപ്പാടൊന്നും അവരെ അറിയണ്ട. ഉപ്പ നല്ല കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ പൈസ കൊണ്ടിട്ട് ഉണ്ടാവുക, പക്ഷേ മക്കൾ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയിക്കാതെ ആ ഉപ്പ എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ഞാൻ പറയുന്നത് ആ ഉപ്പാൻ്റെ കഷ്ടപ്പാട് ആ മക്കളും അറിയട്ടെ എന്നാണ്. എൻ്റെ ഉപ്പച്ചി ഈ ലെവലിലാണ് എന്നെ നോക്കുന്നത്, എൻ്റെ ഉപ്പച്ചി ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ ഇവിടെ എത്തിച്ചതെന്ന് ആ മക്കളും കൂടെ അറിഞ്ഞ് വളരട്ടെ എന്നാണ് പറയുന്നത്. നമ്മളെ ഇല്ലായ്മയും കൂടെ അവർക്ക് മനസ്സിലാവണം. എന്താ പറയുക, ചില സമയത്ത് എൻ്റെ ഉപ്പച്ചിക്ക് എന്നെ കാറിൽ കൊണ്ടുപോകാൻ പറ്റും, ഓക്കെ അൽഹംദുലില്ലാ. ചില സമയത്ത് എനിക്ക് ബസ്സിലേ പോകാൻ പറ്റുള്ളൂ, ഓക്കെ. അതും ആ ഒരു അവസ്ഥയും അവരറിയട്ടെ അല്ലേ. നമുക്ക് അതിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ കയറാൻ പഠിക്കട്ടെ. എല്ലാ അവസ്ഥകളിലും അവർ ബാലൻസ് ചെയ്യാൻ പഠിക്കട്ടെ അല്ലേ. ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ അവർക്കൊരു പരാജയത്തിൽ അവർക്ക് ആ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാം തികഞ്ഞവരായിട്ടിരിക്കുന്ന മക്കൾ, അതായത് ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന മക്കൾക്ക് ഒരു പ്രശ്നമെന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താങ്ങാൻ ചിലപ്പോൾ ആ ഒരു കെൽപ്പ് ഉണ്ടാവില്ല. കാരണം അവർ കണ്ടതും വളർന്നതും ഒക്കെ ഒരു ഹൈ ലെവലിലൊരു ലൈഫാണ്. സോ അവർക്ക് ഈ കുറവായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർക്ക് പെട്ടെന്ന് ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് ആ മൈൻഡിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പെട്ടെന്ന് അവരെന്ത് ചെയ്യും, അവർ സൂയിസൈഡ് ചെയ്യണോ അതോ ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു ചിന്തയിലോട്ട് പോകും. സോ അവരെ നമ്മുടെ കുറവുകൾ അറിയിച്ച് വളരുന്ന ഒരു മക്കളാണെങ്കിൽ, എക്സാമ്പിൾ എൻ്റെ ഉപ്പ ഈ ജോലിയാണ് ചെയ്യുന്നത്, എൻ്റെ ഉപ്പ കൂലിപ്പണിക്കാരനാണ്, എൻ്റെ ഉപ്പ ഇത്ര പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ, സോ അതിൽ നിന്ന് എനിക്ക് ഇത്ര കൊണ്ടു തന്നു, ഞാൻ ആ കുറവുകളിൽ നിന്നിട്ട് ഇല്ലായ്മയിൽ നിന്നിട്ട് ഞാൻ വളരാം, എനിക്ക് ഇന്ന് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിച്ചവൻ ഇന്ന് എനിക്ക് ഈ ആഹാരമാണ് വിധിച്ചിട്ടുള്ളത്, അൽഹംദുലില്ലാ കുഴപ്പമില്ല, എനിക്കിന്നതാ ഈ 2 പെൻസിലേ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് 2 ബുക്കേ ഉള്ളൂ, കുഴപ്പമില്ല, എനിക്കിത് മതി എന്ന് വിചാരിച്ചുകൊണ്ട് ഇല്ലായ്മയും കൂടെ അറിഞ്ഞ് വളരുന്നൊരു മക്കളുണ്ടല്ലോ, ആ മക്കളാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റിൽ പോയി നിൽക്കുന്നവർ. കാരണം അവർക്ക് ആ രണ്ടും ബാലൻസ് ചെയ്യാനുള്ളൊരു മെൻറ്റൽ കപ്പാസിറ്റി ഉണ്ട്. മീൻസ് ഹയറിലും ഓക്കെയാണ് അവർ, ഷറിലും അതല്ല പരീക്ഷണ സമയത്തും അവർ ഓക്കെയാണ്. പരീക്ഷണങ്ങളിൽ അവരെന്ത് ചെയ്യില്ല, വീണു പോകത്തില്ല. മറ്റേതെന്ന് പറയുന്നത് എല്ലാം അഫോർഡബിളായിട്ട് കിട്ടുന്ന മക്കൾ എല്ലാം